ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ബീറ്റാലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രഷർ വാഷറിന്റെ അൺബോക്സിങ്ങും റിവ്യൂമാണ്. ഈ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിലായിട്ട് അതിന്റെ മാനുവൽ കാണാം. ഇതാണ് ഈ മെഷീന്റെ ഗണ്ണ്. വളരെ നീളം കുറഞ്ഞ ഒരു ഗണ്ണാണ്. വാഹനത്തിന്റെയൊക്കെ അടിവശം കഴുകാൻ വളരെ യൂസ്ഫുൾ ആണ്. വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡർ വാങ്ങിയ നീളം കൂട്ടുവാനും സാധിക്കും. ഇതിൽ കുറച്ച് കണക്ടറുകളൊക്കെയാണ് വരുന്നത്, അത് വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മെഷീൻ. ഈ മെഷീന്റെ വാട്ട്സ് 1600 പവർ 130 ബാറുമാണ്. ഈ ബ്ലാക്ക് പൈപ്പ് ഔട്ട്ലെറ്റ് പൈപ്പാണ്. 6 മീറ്റർ ആണ് അതിന്റെ നീളം. ഈ ഒരു പൈപ്പ് ഇൻലെറ്റ് പൈപ്പാണ്. 2 മീറ്റർ ആണ് അതിന്റെ നീളം. ഇതൊരു ഫോം ക്യാൻ ആണ്. ഇത് ഇൻലെറ്റ് പൈപ്പിൽ കണക്ട് ചെയ്യാനുള്ള ഫിൽറ്റർ ആണ്. ഈ പ്ലഗ് 16 ആംപിയറിന്റെ സോക്കറ്റിൽ വേണം കണക്ട് ചെയ്യാൻ. ഇതാണ് ഈ മെഷീന്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇതിന്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ വരുന്നുണ്ട്, വെള്ളമൊന്നും അകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്വിച്ചിനോട് ചേർന്ന് തന്നെയാണ് പ്രഷർ ഗേജ് വരുന്നത്. ഈ ഗേജിന്റെ ഉപയോഗം മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ മെഷീന്റെ സൈഡിൽ 130 ബാർ എഴുതിയിട്ടുണ്ട്. എല്ലാ പ്രഷർ വാഷറുകളുടെയും പവർ കണക്കാക്കുന്നത് ഈ ബാറിലാണ്. വേറൊരു മെഷീന് 180 ബാറാണ് പവറെങ്കിൽ ഈ മെഷീനേക്കാളും കൂടുതൽ പവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടർ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വളരെ ഈസിയാണ്. മെഷീനിലേക്ക് ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്ററും കൂടെ കൂടി വരുന്ന ഒരു കണക്ടറാണിത്. നമുക്കിത് മെഷീനിലേക്ക് ഫിറ്റ് ചെയ്യാം. ഈ സൈഡിലാണ് ഔട്ട്ലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യേണ്ടത്. നമുക്കത് കണക്ട് ചെയ്യാം. ഈ ബ്ലാക്ക് ഹോസിന്റെ ഒരു സൈഡ് ഗണ്ണയിലേക്കും കൂടെ കണക്ട് ചെയ്യണം. ഇത് ക്വിക്കായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു കണക്ടറാണ്. അപ്പൊ നമുക്ക് ഈ കണക്ടർ ഇൻലെറ്റ് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്താൽ പിന്നെ വലിച്ചാലൊന്നും അങ്ങനെ പോരത്തില്ല. ഇത് മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ ഓറഞ്ച് കളറുള്ള ഭാഗം ജസ്റ്റ് പുറകോട്ടൊന്ന് വലിച്ചതിന് ശേഷം മെഷീനിലേക്ക് പ്രസ് ചെയ്ത് കയറ്റി വെച്ചാൽ മതി. ആ ഓറഞ്ച് കളറിലുള്ള റിങ് അതിന്റെ ലോക്കാണ്. അത് പുറകോട്ട് വലിച്ചതിന് ശേഷമാണ് അത് റിമൂവ് ചെയ്യേണ്ടതും. കണക്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒന്നുകൂടെ കാണിച്ചു തരാം. അടുത്തത് ഇൻലെറ്റ് പൈപ്പിന്റെ ഫിൽറ്റർ കണക്ട് ചെയ്യാം. ഹോസ് ക്ലിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, ഞാനിപ്പോൾ ഇടുന്നില്ല. ഈ ഫോം ക്യാനിൽ ഷാമ്പു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഷാമ്പു നിറച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി. കാറ് വാഷ് ചെയ്യാൻ വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള ഷാമ്പു തന്നെ തിരഞ്ഞെടുക്കണം. ക്യാൻ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. റിമൂവ് ചെയ്യാൻ ഇവിടെ കാണുന്ന ചെറിയൊരു ലോക്ക് പൊക്കിയതിന് ശേഷം ക്യാൻ വലിച്ചാൽ മതി. ഈ ഗണ്ണിന്റെ പൊസിഷൻ ഇപ്പം പോയിന്റിലാണ്. ഈ പ്ലേറ്റുകൾ തമ്മിൽ അടുത്ത് കഴിയുമ്പോൾ അത് വൈഡിലേക്കാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോം ക്യാൻ കണക്ട് ചെയ്യുമ്പം അത് വൈഡിലേക്ക് ആക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് പത പുറത്തേക്ക് വരത്തുള്ളൂ. ഇനി നമുക്ക് ഈ മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. ഇതുപോലത്തെ മെഷീന്റെ ഒരു പ്രത്യേകതയാണ് വെള്ളം സക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മൾ ബക്കറ്റിൽ വെള്ളം വെച്ചു കൊടുത്താൽ അത് വലിച്ചെടുത്തോളും. ടാപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടും. പക്ഷെ ടാപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അത് തന്നെയാണ് കേട്ടോ എളുപ്പം. ഓണാക്കി നോക്കാം. പ്രഷർ ഫില്ലായാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. ഈ ഗണ്ണിലൊരു ലോക്ക് വരുന്നുണ്ട്, നമ്മൾ അറിയാതെ പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കമ്പി ഗണ്ണിന്റെ അകത്ത് പൊടി കയറി അടഞ്ഞാൽ കുത്തിക്കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മെഷീന് 8 കിലോ വെയിറ്റ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ പെർഫോമൻസും കൂടെ നോക്കാം.
ഇനി നമ്മൾ ഈ ആടിനെ ഒന്ന് കുളിപ്പിച്ച് നോക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ കുളിക്കാൻ പോകുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നേരെ ഗണ്ണ് പോയിന്റ് പൊസിഷനിലിട്ട് ഓൺ ആക്കരുത്, സ്കിൻ മുറിയും. പിന്നെ നമ്മളെ വെയിലത്ത് നിർത്താൻ വന്നല്ലേ? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഫോം ക്യാൻ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പൊസിഷൻ വൈഡിലാക്കിയിടണം. അങ്ങനെ നമ്മുടെ വാഹനം കഴുകി കഴിഞ്ഞു.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. വീടുകളിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനാണെങ്കിൽ ഈ മെഷീൻ മതിയാവും. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.